മകരവിളക്ക് ദർശനത്തിനൊരുങ്ങി സന്നിധാനം. നാളെ വൈകിട്ട് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. മകരവിളക്ക് ദർശനത്തിനായി 1.5 ലക്ഷത്തോളം ഭക്തർ സന്നിധാനത്തെത്തും. പരിസരത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മകരവിളക്ക് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി മാതൃഭൂമി ന്യൂസും സജ്ജമാണ്. സന്നിധാനത്തു നിന്നും കണ്ണൻ നായരും അശ്വജിത്തും അനന്തകൃഷ്ണനുമുണ്ട്. ആദ്യം അനന്തനിലേക്കാണ്. അനന്തൻ, വലിയ തിരക്ക് നേരത്തെയൊക്കെ തന്നെയും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനിപ്പുറം നാളെ മകരജ്യോതി തെളിയും. എങ്ങനെയാണ് നാളെ ആ മകരജ്യോതി വരെയുള്ള ചടങ്ങുകൾ, പൂജകളൊക്കെ എങ്ങനെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്ന തിരക്കും? അക്ഷയ, ശബരിമല സന്നിധാനത്തെ ഈ ഒരു അന്തരീക്ഷത്തെ എങ്ങനെ വർണ്ണിക്കണം എന്ന് അറിയില്ല. വാക്കുകൾ ലഭിക്കാത്ത ഒരവസ്ഥയാണ്. കാരണം അത്ര മനോഹരമായ ഒരു സന്ധ്യയാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് കടന്നു പോകുന്നത്. ധനുരാശിയിൽ സൂര്യന്റെ അവസാനത്തെ സന്ധ്യാസമയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് പുലർച്ചെയോടെ സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് സഞ്ചരിക്കും. ഉത്തരായന യാത്രയാണ്. ആ മകരസംക്രമമാണ് ശബരിമലയിലെ ഏറ്റവും പുണ്യമായ ദിവസം. മകരസംക്രമ പൂജ നാളെ പുലർച്ചെ 2:40 നടക്കുന്നത്. 2 മണിക്ക് ശബരിമല നട തുറക്കുകയും ചെയ്യും. സാധാരണ 3 മണിക്കാണ് നട തുറക്കുന്നത്. മകരസംക്രമം 2:46 ആയതിനാൽ 2 മണിക്ക് തന്നെ ശബരിമല നട തുറക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ ദീപാരാധന കഴിഞ്ഞിരിക്കുന്നു. ദീപാരാധന സമയമായിരുന്നു അല്പസമയം മുമ്പ്. ദീപാരാധനയുടെ മണിയൊച്ചകളായിരുന്നു ഈ സന്നിധാനത്ത് എമ്പാടും അല്പസമയം മുമ്പ് വരെ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും അണമുറിയാത്ത പ്രവാഹം, ഭക്തജന പ്രവാഹം മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്തേക്ക് തുടരുന്നു. പടി കയറുന്ന അയ്യപ്പന്മാരെ കാണാം. ആ പടി കയറി പോകുന്ന ഓരോ അയ്യപ്പന്മാർക്കും കൺകുളിർക്കെ കാണാൻ ദീപാരാധനയ്ക്ക് ശേഷമുള്ള അയ്യപ്പസ്വാമിയുടെ ആ തൽസ്വരൂപം അവിടെയുണ്ട്. ആ അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടി, മോക്ഷം തേടാൻ വേണ്ടി എത്തിയിരിക്കുന്ന അയ്യപ്പ ഭക്തർ 18ാം പടി കയറുന്ന ദൃശ്യങ്ങൾ. ഓരോ പടിയും അവർക്ക് മോക്ഷത്തിലേക്കുള്ള പടവുകളാണ്. ആ പടവുകളിലെത്തി അവരുടെ മുന്നിൽ കാണുന്നത് തത്വമസി എന്ന ഒരു വാചകമാണ്. ആ വാചകം, നീ അയ്യപ്പനാകുന്നു, നീ തന്നെയാണ് അയ്യപ്പൻ എന്ന വളരെ മഹത്തായ ഒരു വചനം. ആ വചനം ശ്രവിച്ചുകൊണ്ടും അത് ഉൾക്കൊണ്ടുകൊണ്ടുമാണ് ഓരോ അയ്യപ്പന്മാരും അയ്യപ്പസ്വാമിയെ കാണുന്നത്. ഏതായാലും ഇന്നൊരു സന്ധ്യ, ഇന്നൊരു രാത്രി, നാളെ നേരം പുലരുന്നത് മകരസംക്രമത്തിലേക്കാണ്, മകരസംക്രമ പൂജയിലേക്കാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായ, ഏറ്റവും വിശുദ്ധമായ, ഏറ്റവും പുണ്യമായ, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മകരസംക്രമ ദിവസം. അയ്യപ്പസ്വാമിക്ക് മകരസംക്രമ പൂജയുണ്ട്. അതിനുശേഷം വൈകുന്നേരം പന്തളത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര വൈകുന്നേരത്തോടെ, ത്രിസന്ധ്യാ സമയത്തോടെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരും. ആ തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പസ്വാമിയുടെ ദീപാരാധന, അതാണ് ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പുണ്യമായ ഒരു നിമിഷം. ആ ദീപാരാധന കഴിയുന്നതോടെ പിന്നീട് എല്ലാ കണ്ണുകളും കിഴക്ക് പൊന്നമ്പലമേട്ടിലേക്കാണ്, കാന്തമലയിലേക്കാണ്. അവിടെയാണ് അയ്യപ്പസ്വാമിയുടെ ചൈതന്യം കുടികൊള്ളുന്നത്. ആ അയ്യപ്പസ്വാമിയുടെ ചൈതന്യം കുടികൊള്ളുന്ന പൊന്നമ്പലമേട്ടിൽ നാളെ ഈ ദീപാരാധനയ്ക്ക് ശേഷം 3 തവണ മകരവിളക്ക് തെളിയും. ആ മകരവിളക്ക് തെളിയുന്നത് കണ്ട് സായുജ്യമടയാൻ ആയിരങ്ങളാണ്, ലക്ഷങ്ങളാണ് ശബരിമല സന്നിധാനത്ത് കാത്തിരിക്കുന്നത്. ഇപ്പോൾ അയ്യപ്പ ദർശനത്തിനായി വന്ന കുഞ്ഞു മാളികപ്പുറങ്ങളുണ്ട്. എവിടെ നിന്ന് സ്വാമി വരുന്നു? വിജയവാഡ, ആന്ധ്ര. തെലുങ്ക്, വിജയവാഡ, തെലുങ്ക്. കന്നിസ്വാമി, കന്നി മാളികപ്പുറ, കന്നി മാളികപ്പുറങ്ങളുമായി ഇങ്ങനെ അയ്യപ്പന്മാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത്തവണ ഒരുപാട് കുഞ്ഞ് അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഒരുപാട് മകരവിളക്ക് ദർശനത്തിനായി എത്തുന്നു എന്നുള്ളതാണ്. ഇവരെല്ലാം, ഇപ്പോൾ വരുന്ന ഈ അയ്യപ്പന്മാരെല്ലാം, ഇപ്പോൾ നമുക്ക് വരി നിൽക്കുന്ന അയ്യപ്പസ്വാമിമാരെ കാണാം. ഇവരെല്ലാം ദർശനത്തിനായിട്ട് വരുന്നവർ ഇന്നിപ്പോൾ ദർശനം കഴിഞ്ഞ് മടങ്ങില്ല. ഈ അയ്യപ്പന്മാരെല്ലാം സന്നിധാനത്ത് തങ്ങും. അവരെല്ലാം പാണ്ടിത്താവളത്തും ഹെലിപ്പാഡിൻ്റെ അവിടെയും ഒക്കെ വിരിവെച്ച് മകരവിളക്ക്, പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക് കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും, സന്നിധാനത്ത് നിന്ന് ഏതാണ്ട് 10 സ്ഥലങ്ങളിൽ നിന്നാണ് കാണാൻ പറ്റുന്നത്. അവിടെയെല്ലാം ഇവർ വിരിവെച്ച് കാത്തിരിക്കും. ഈ ദർശനം കഴിഞ്ഞ് ഇവരെല്ലാം അങ്ങോട്ടേക്കാണ് പോകുന്നത്. പാണ്ടിത്താവളം ഇപ്പോൾ അയ്യപ്പന്മാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. എങ്ങും പർണശാലകൾ കെട്ടി. ഈ സമയത്ത് പാണ്ടിത്താവളത്തേക്ക് ചെന്നാൽ അവിടെ അയ്യപ്പന്മാരുടെ സംഘങ്ങൾ വട്ടമിട്ടിരുന്ന് ഗഞ്ചിറ കൊട്ടി അയ്യപ്പ ഭജന, ഈശ്വര പ്രാർത്ഥനകൾ ആലപിക്കുന്നത് കേൾക്കാൻ കഴിയും. അങ്ങനെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം സന്നിധാനത്ത്, ഈ വലിയ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് സന്നിധാനത്തുള്ളത്. അനന്തൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയൊരു 24 മണിക്കൂർ, നാളെ ഈ സമയമാകുമ്പോഴേക്കും മകരജ്യോതി തെളിയും, മകരവിളക്ക് കാണാനാകും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ലക്ഷങ്ങൾ